Module 5 Types of Insurance. നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഷുറൻസ് പറഞ്ഞു. അതിൽ നിന്നും ഒക്കെ ഡിഫറെൻ്റ് ആയിട്ട് കുറച്ച് ടൈപ്സ് ഓഫ് ഇൻഷുറൻസ് കൂടെ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇൻഷുറൻസ് പോളിസീസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ഡിഫറെൻറ്റ് കാറ്റഗറീസ് ബേസ്ഡ് ഓൺ ദ വേരിയസ് അതർ ഫാക്ടേഴ്സ്. അപ്പോൾ കുറച്ച് ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് കൂടി നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പോളിസിയാണ് ഫസ്റ്റ് വരുന്നത്. ULIP is a life insurance product which provides risk cover for the policy holder along with investment options to invest in any number of investment avenues such as stocks, bonds or mutual funds. അപ്പോൾ യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പോളിസിയിൽ ഇൻഷുറൻസ് കവറേജിൻ്റെ കൂടെ തന്നെ ഡിഫറെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസ്, അതായത് ഒരു ഓർഗനൈസേഷൻ്റെ സ്റ്റോക്സിൽ, ഏതെങ്കിലും കമ്പനീസിൻ്റെ സ്റ്റോക്സിൽ അല്ലെങ്കിൽ ബോണ്ട്സിൽ, ദെൻ മ്യൂച്വൽ ഫണ്ടുകളിൽ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി തരുന്നുണ്ട്. അപ്പോൾ ഇൻഷുറൻസ് കവറേജും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ കൂടി ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. On the one side, these types of policies helps the policyholder to obtain protection for his family in the event of his untimely death, and on the other side, it provides him an opportunity to earn return on the premium paid. ഇപ്പോൾ സാധാരണ ഇൻഷുറൻസ് പോളിസീസ് എന്ന് പറഞ്ഞാൽ നമ്മളവിടെ ഇൻഷുറൻസ് പോളിസീസിൻ്റെ പ്രീമിയം പേ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈപ്പാണ് അല്ലേ. ഇവിടെ പോളിസി ഹോൾഡറിന് പ്രൊട്ടക്ഷനും കൊടുക്കുന്നുണ്ട്, അതായത് ഇൻഷുറൻസ് പോളിസി എടുക്കുന്നതിലൂടെ ഹോൾഡർക്ക് പ്രൊട്ടക്ഷനും കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഫാമിലിക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അവർക്ക് റിട്ടേൺ ഏൺ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ്, ഓരോ പ്രീമിയം പേ ചെയ്യുമ്പോഴും അതിൽ നിന്നും റിട്ടേൺ കിട്ടുന്ന തരത്തിലുള്ള ഒരു പോളിസീസാണ് യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പോളിസീസ്. In the event of the death of the insured, the beneficiaries will receive the sum assured or the value of the units whichever is higher. അപ്പോൾ ഇവിടെ രണ്ട് ഓപ്ഷനാണുള്ളത്. ഈ ബെനഫിഷ്യറീസിന്, അതായത് ഇൻഷുർ ചെയ്തിരിക്കുന്ന പേഴ്സൺ ഡെത്ത് സംഭവിച്ചു കഴിയുമ്പോൾ അവരുടെ ബെനഫിഷ്യറീസിന് ഒന്നില്ലെങ്കിൽ ആ എമൗണ്ട്, അതായത് ഇൻഷുറൻസ് പ്രീമിയം പേ ചെയ്തിട്ടുള്ള ഇൻഷുറൻസ് പോളിസി, അതല്ലാന്നുണ്ടെങ്കിൽ ഓരോ പ്രീമിയം പേ ചെയ്യുമ്പോഴും അവർ ഓരോ സ്റ്റോക്കിലേക്കോ ബോണ്ട്സിലേക്കോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സിലേക്കോ കൂടിയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്. അതായത് ഇവർ കൊടുക്കുന്ന പ്രീമിയം, ഇൻഷുർഡ് പേ ചെയ്യുന്ന പ്രീമിയംസ് ഈ ഇൻഷുറൻസ് കമ്പനീസ് ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യുകയാണ്. സ്റ്റോക്സിലും ബോണ്ട്സിലും മ്യൂച്വൽ ഫണ്ട്സിലും ഒക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് രണ്ടും കമ്പയർ ചെയ്യും, അതായത് ടോട്ടൽ ഇൻഷുറൻസ് പോളിസിയും അതുപോലെ തന്നെ ഈ ഓരോ യൂണിറ്റ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട്, നമ്മളിപ്പോൾ ഷെയർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ യൂണിറ്റാണ് നമ്മൾ ഓരോ സ്റ്റോക്കും എടുക്കുന്നത്. അപ്പോൾ ആ ഓരോ യൂണിറ്റ്സിൻ്റെ എമൗണ്ട് ഇൻറ്റു ആ നമ്പർ ഓഫ് യൂണിറ്റ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു എമൗണ്ടും അതുപോലെ തന്നെ ഇൻഷുറൻസ് പോളിസിയുടെ എമൗണ്ടും രണ്ടും കൂടെ കമ്പയർ ചെയ്തിട്ട് ഇതിൽ ഹയർ വാല്യൂ ഏതാണോ ആ വാല്യൂ ആയിരിക്കും ബെനഫിഷ്യറീസിന് പേ ചെയ്യുന്നത്. ബട്ട് there are schemes which provide some assured plus the value of investments. അതുകൂടാതെ തന്നെ വേറെ ടൈപ്പ് ഓഫ് പോളിസീസ് ഉണ്ട്. സെയിം തന്നെ ഇവിടെ സം അഷ്യൂർഡ്, അതായത് ഇൻഷുറൻസ് പോളിസീസിൻ്റെ എമൗണ്ടും അതിൻ്റെ കൂടെ തന്നെ ആ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂവും രണ്ടും കൂടി ഒരുമിച്ച് കൊടുക്കുന്ന ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് പോളിസീസും ഉണ്ട്. അതായത് സെപ്പറേറ്റ് ആയിട്ട്, ഒന്നില്ലെങ്കിൽ ഇൻഷുറൻസ് പോളിസീസിൻ്റെ എമൗണ്ട് മാത്രം, അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ എമൗണ്ട്, ഇത് രണ്ടും കമ്പയർ ചെയ്തിട്ട് ഹയർ വാല്യൂ കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ വേറെ ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് പോളിസി, ഇതിൽ തന്നെ സിമിലർ ആയിട്ടുള്ള വേറെ ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് പോളിസീസിൽ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കൊടുക്കുന്നുണ്ട്. അതായത് അവരുടെ പോളിസി എമൗണ്ടും അതിൻ്റെ കൂടെ തന്നെ ഒരു കുറച്ച് എമൗണ്ട് അതിൻ്റെ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ വാല്യൂ ആയിട്ട് അതും കൂടെ കൊടുക്കുന്ന ടൈപ്പും ഇവിടെ പറയുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നതാണ് ഗ്രൂപ്പ് ഇൻഷുറൻസ്. Group insurance is an insurance that covers a defined group of people. For example, the members of a society or professional association or the employees of a particular employer. അപ്പോൾ ഗ്രൂപ്പ് ഇൻഷുറൻസ് പോളിസീസ് മെയിനായിട്ട് എടുക്കുന്നത് ഒരു എക്സാമ്പിളായിട്ട് ഇവിടെ പറയുന്ന ഒരു സൊസൈറ്റിയിലെ മെമ്പേഴ്സിന്, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ അസോസിയേഷൻ, ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ അസോസിയേഷൻ, ഇപ്പോൾ ഡോക്ടേഴ്സ് അസോസിയേഷൻ ആണെങ്കിൽ അതിൽ മെമ്പേഴ്സായിട്ടുള്ള ഡോക്ടേഴ്സിന് എല്ലാവർക്കും, അതുപോലെ ഇപ്പോൾ ഒരു എംപ്ലോയറുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് ഗ്രൂപ്പായിട്ട് എടുക്കുന്നത്, അങ്ങനെയുള്ളതിനെയാണ് ഗ്രൂപ്പ് ഇൻഷുറൻസ് പോളിസീസ് എന്ന് പറയുന്നത്. ദെൻ the persons covered under group insurance are not the parties
to the insurance contract, but the insurance contract between the insurance company and the body that represents a group of persons covered. ഇവിടെ ഇൻഷുറൻസ് കമ്പനിയും അതുപോലെ തന്നെ അതിൽ മെമ്പേഴ്സായിട്ടുള്ള അതിൽ ഇൻഷുറൻസ് കവറേജ് എടുത്തിട്ടുള്ള പേഴ്സൺസായിട്ട് ഒരു ഇൻറ്ററാക്ഷനും വരുന്നില്ല, അല്ലെങ്കിൽ അവർ തമ്മിലൊരു കോൺടാക്റ്റും വരുന്നില്ല. ഇവിടെ കോൺട്രാക്റ്റ് ആര് തമ്മിലാണ് വരുന്നത്? ആരാണോ ഇൻഷുറൻസ് പോളിസി എടുക്കുന്നത്, അതായത് ഇപ്പോൾ ഗ്രൂപ്പ് ഇൻഷുറൻസ് പോളിസി എംപ്ലോയീസിൻ്റെയും എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എംപ്ലോയർ അവരുടെ എംപ്ലോയീസിന് വേണ്ടിയിട്ട്, ആ എംപ്ലോയറുടെ താഴെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് വേണ്ടിയിട്ട് ഒരുമിച്ച് ഇൻഷുറൻസ് പോളിസി എടുക്കുന്നത് എംപ്ലോയറാണ്. അവിടെ എംപ്ലോയീസായിട്ട് കോൺടാക്റ്റ് വരുന്നില്ല. അപ്പോൾ ഈ കോൺട്രാക്റ്റ് വരുന്നത് ഇൻഷുറൻസ് കമ്പനിയും എംപ്ലോയറും തമ്മിലായിരിക്കും. അതുകൊണ്ട് തന്നെ വരുന്ന എംപ്ലോയീസായിട്ടുള്ള കോൺടാക്റ്റ് ഇതിൽ ഇല്ല. ദെൻ ഗ്രൂപ്പ് ഇൻഷുറൻസ് ഇസ് യൂസ്ഡ് ബൈ ഗവൺമെൻറ് ആസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ഓഫ് സോഷ്യൽ വെൽഫെയർ. ഗ്രൂപ്പ് ഇൻഷുറൻസ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അത് അവിടുത്തെ എംപ്ലോയീസിൻ്റെ വെൽഫെയറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ കേട്ടിട്ടുണ്ട്, എന്താണ്, ഒരു എംപ്ലോയറുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് ഇൻഷുറൻസ് എടുത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്നും ഓരോ മന്തും ഈ ഇൻഷുറൻസ് പോളിസീസിൻ്റെ എമൗണ്ട് അവരിൽ നിന്നും എടുത്തിട്ട് എല്ലാം കൂടി ഒരുമിച്ച് പേ ചെയ്യുന്നത് എംപ്ലോയർ ആയിരിക്കും. എംപ്ലോയർ ഇൻഷുറൻസ് കമ്പനീസിന് പേയ്മെൻറ്റ് ചെയ്യും. അതെന്തിനു വേണ്ടിയിട്ടാണ്? അവർക്ക് വർക്കിനിടയിൽ എന്തെങ്കിലും റിസ്ക് ഉള്ള തരത്തിലുള്ള വർക്കാണെന്നുണ്ടെങ്കിൽ, അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും അവർക്ക് ഡെത്ത് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഫാമിലീസിന് വേണ്ടിയിട്ട് എടുക്കുന്നതാണ് ഈ ഗ്രൂപ്പ് ഇൻഷുറൻസ് പോളിസി. ഓക്കെ. ദെൻ നെക്സ്റ്റ് വരുന്നത് കീമാൻ ഇൻഷുറൻസ് പോളിസി. കീമാൻ ഇൻഷുറൻസ് പോളിസി ഇസ് സിംപ്ലി എ ലൈഫ് ഇൻഷുറൻസ് ദാറ്റ് ദ കീ പേഴ്സൺ ഇൻ എ ബിസിനസ്. അപ്പം കീമാൻ ഇൻഷുറൻസ് പോളിസി ഒരു ബിസിനസ്സിൻ്റെ കീ പേഴ്സൺ ആരാണോ അവരാണ് ഈ പോളിസിയിൽ മെമ്പറായിരിക്കുന്നത്. ഇൻ എ സ്മോൾ ബിസിനസ് ദിസ് ഇസ് യൂഷ്വലി ദ ഓണർ ഓർ എ കീ എംപ്ലോയി ഓർ ടു. അപ്പോൾ കീമാൻ ഇൻഷുറൻസ് പോളിസിയിൽ പറയുന്നത് ഇതൊരു ലൈഫ് ഇൻഷുറൻസ് പോളിസി തന്നെയാണ്. ഇവിടെ ഒരു ഓർഗനൈസേഷൻ്റെ ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ, ഒരു ഓർഗനൈസേഷൻ്റെ കീ പേഴ്സണ് വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു പോളിസിയാണ്. ഇവിടെ ചെറിയ ബിസിനസ്സുകൾക്ക് സാധാരണ അവരുടെ കീ പേഴ്സൺ എന്ന് പറയുന്നത് അവരുടെ ഓണറായിരിക്കും, അല്ലെങ്കിൽ മെയിനായിട്ട് വരുന്ന ഏതെങ്കിലും എംപ്ലോയി ആയിരിക്കും, അല്ലെങ്കിൽ ഇത് രണ്ടുമാകാം. അപ്പോൾ അവരുടെ ആബ്സെൻസ് കൊണ്ട് ഒരു കമ്പനിക്ക് ലോസേ ഉണ്ടാവുള്ളൂ. അതായത് അത്ര ഇമ്പോർട്ടൻ്റ് ആണ് ആ പേഴ്സൺ ആ കമ്പനിക്ക്. ഓക്കെ, അങ്ങനെയുള്ള പേഴ്സൺസാണ് ഈ കീമാൻ ഇൻഷുറൻസ് പോളിസീസ് എടുക്കുന്നത്. These are the people whose absence would cause loss of income to the business. അപ്പോൾ കീ പേഴ്സൺ എന്ന് പറയുമ്പോൾ അവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സണാണ്, അല്ലെങ്കിൽ ഓർഗനൈസേഷനിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സണാണ്. അവരുടെ ആബ്സെൻസിൽ ആ ഒരു ഓർഗനൈസേഷനിൽ ലോസ് ഉണ്ടാകും, അല്ലെങ്കിൽ ലോസാണ് ഉണ്ടാകുള്ളൂ എന്നുള്ള ഒരു രീതി. അതായത് അവരുടെ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിൻ്റെ മെയിൻ ഹെഡ് ഈ പേഴ്സൺ ആയിരിക്കും. ഓക്കെ, ഓർഗനൈസേഷൻ്റെ റണ്ണിങ്ങിൻ്റെ ഇമ്പോർട്ടൻ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് ഇവരുടെ വർക്കായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഓർഗനൈസേഷനിൽ നിന്നും അവർ ഇല്ലാതാവുകയാണെങ്കിൽ ഓർഗനൈസേഷൻ്റെ മുന്നോട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കീമാൻ ഇൻഷുറൻസ് പോളിസി എടുക്കുന്നത്. Insurance designed to protect a business firm against the loss of income resulting from death or disability of a key man. അപ്പോൾ ഈ ഇൻഷുറൻസ് പോളിസി ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു ബിസിനസ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഈ കീ മാൻ, അതായത് ഒരു ബിസിനസ്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അവിടെയുള്ള ആ ഓർഗനൈസേഷൻ്റെ ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രൊട്ടക്ഷന് വേണ്ടിയാണ് ഈ ഒരു പോളിസി എടുക്കുന്നത്. The purpose of key man insurance policy is to help a business to survive from the blow of losing a key person. അപ്പോൾ ഒരു കീ പേഴ്സൺ, ആ കമ്പനിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണിനെ ആ ഒരു ഓർഗനൈസേഷന് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു എഫക്റ്റിൽ നിന്നും സർവൈവ് ചെയ്യാനുള്ള ഒരു ഇൻകമായിട്ട്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയാണ് കീമാൻ ഇൻഷുറൻസ് പോളിസീസ് ആക്ട് ചെയ്യുന്നത്. ദ ബിസിനസ് ക്യാൻ യൂസ് ദ ഇൻഷുറൻസ് പ്രൊസീഡ്സ് ഫോർ എക്സ്പെൻസസ് അണ്ടിൽ ഇറ്റ് ക്യാൻ ഫൈൻഡ് എ റീപ്ലേസ്മെൻറ്റ് പേഴ്സൺ. അപ്പോൾ കീമാന് പകരം മറ്റൊരു പേഴ്സണെ കണ്ടുപിടിക്കുന്നത് വരെ, ഓർഗനൈസേഷനിൽ ആ ഒരു പേഴ്സൻ്റെ സ്ഥാനത്ത് റീപ്ലേസ് ചെയ്യാനായിട്ട് ഒരാളെ കണ്ടുപിടിക്കുന്നത് വരെ ആ കമ്പനിയുടെ എക്സ്പെൻസസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇതിൽ നിന്നും കിട്ടുന്ന ഇൻഷുറൻസ് ക്ലെയിമിൽ നിന്നും സാധിക്കുന്നു. ഓക്കെ, അപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ കീ പേഴ്സൺ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവിടെയുള്ള ബാക്കി കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ, അതുപോലെ ആ കമ്പനിക്ക് സർവൈവ് ചെയ്യാനായിട്ടാണ് ഈ ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കുന്നത്. അപ്പം 3 ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് പോളിസീസ് നമ്മൾ പറഞ്ഞു. യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പോളിസി,
ഇവിടെ വരുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ്റെ കൂടെ തന്നെ നമ്മൾക്ക് ഇൻഷുറൻസ് പോളിസിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് സാധാരണ ഇൻഷുറൻസ് പോളിസിയാണ്, അതിൻ്റെ കൂടെ തന്നെ ഏതെങ്കിലും ഒരു സ്റ്റോക്കിലോ ബോണ്ട്സിലോ മ്യൂച്വൽ ഫണ്ട്സിലോ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഫണ്ട് കൂടെ ഇവിടെ നമ്മൾക്ക് ക്ലൈമിൻ്റെ കൂടെ തന്നെ ലഭിക്കുന്നുണ്ട്. നെക്സ്റ്റ് പറഞ്ഞത് ഗ്രൂപ്പ് ഇൻഷുറൻസ് പോളിസിയാണ്. ഗ്രൂപ്പ് ഇൻഷുറൻസ് പോളിസീസിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിന് വേണ്ടിയിട്ട് അവരുടെ എംപ്ലോയർ അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ ആരാണോ, സൊസൈറ്റിയുടെ മെയിൻ ആരാണോ, ആ ഒരു പേഴ്സൺ അവരുടെ മെമ്പേഴ്സിന് വേണ്ടി എടുക്കുന്ന, അവരുടെ മെമ്പേഴ്സിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി എടുക്കുന്ന പോളിസിയാണ് ഗ്രൂപ്പ് ഇൻഷുറൻസ് പോളിസി. ദെൻ കീ മാൻ ഇൻഷുറൻസ് പോളിസി എന്ന് പറയുമ്പോൾ ഒരു ബിസിനസ് ഫേമിന് അവിടുത്തെ കീ മാൻ എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ അത് കഴിഞ്ഞുള്ള ടൈം സർവൈവ് ചെയ്യാനുള്ള രീതിയിൽ അവരുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ആ ഒരു ബിസിനസ് വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള താല്പര്യത്തോടു കൂടി എടുക്കുന്ന പോളിസിയാണ് കീ മാൻ ഇൻഷുറൻസ് പോളിസി. അടുത്തത് പോളിസി കണ്ടീഷൻസ് എന്താണെന്നാണ് പറയുന്നത്. ലൈഫ് ഇൻഷുറൻസ് ഇസ് എ കോൺട്രാക്ട് ബിറ്റ്വീൻ ഇൻഷുറർ ആൻഡ് ഇൻഷുർഡ് ആൻഡ് ദ കോൺട്രാക്ട് ടു ബി എൻഫോഴ്സിബിൾ ഷുഡ് ബി ഗവേൺഡ് ബൈ സർട്ടൈൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അപ്പോൾ നമുക്കറിയാം, ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഇൻഷുററും ഇൻഷുർഡും തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റാണ്. അവിടെ സർട്ടൈൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും, അതായത് കുറേ പോളിസീസും കണ്ടീഷൻസും ഒക്കെ ഉണ്ടാവും അല്ലേ. ഏതൊരു പോളിസി എടുക്കുമ്പോഴും അല്ലെങ്കിൽ ഏതൊരു കോൺട്രാക്റ്റ് ബിൽഡ് ചെയ്യുന്ന സമയത്തും അവിടെ കുറേ കണ്ടീഷൻസ് പറയുന്നുണ്ടാവും. അപ്പോൾ ഒരു കോൺട്രാക്ടർ, അതായത് ഒരു ഇൻഷുററും ഇൻഷുർഡും തമ്മിലുള്ള, ഇൻഷുറർ എന്ന് പറയുമ്പോൾ ആരാണോ പോളിസി കമ്പനി, ഏത് കമ്പനിയാണോ ഈ പോളിസി പ്രൊവൈഡ് ചെയ്യുന്നത് അവരാണ്, അല്ലെങ്കിൽ റിസ്ക് ഏറ്റെടുക്കാനായിട്ട് സാധിക്കുന്നത് ആർക്കാണോ, അല്ലെങ്കിൽ റിസ്ക് ഏറ്റെടുക്കുന്നത് ആരാണോ അവരെയാണ് ഇൻഷുറർ എന്ന് പറയുന്നത്. ആരാണോ ഇൻഷുറൻസ് പോളിസി എടുക്കുന്നത്, അതായത് ആർക്ക് വേണ്ടിയിട്ടാണോ, ആരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണോ ഇൻഷുറൻസ് പോളിസി എടുക്കുന്നത് അവരെയാണ് ഇൻഷുർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റാണ് ലൈഫ് ഇൻഷുറൻസ്. അതുപോലെ തന്നെ അതിന് സർട്ടൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. Then these rules and regulations are called policy conditions and are usually stipulated in the insurance policy document. അപ്പോൾ ഈ റൂൾസിനെയും റെഗുലേഷൻസിനെയുമാണ് നമ്മൾ പോളിസി കണ്ടീഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് മെയിനായിട്ട് നമുക്കറിയാം, നമ്മുടെ പോളിസി ഡോക്യുമെൻറ്റിൽ അത് പറഞ്ഞിട്ടുണ്ടാവും. ഈ പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പോളിസി ഡോക്യുമെൻറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഒരു കോൺട്രാക്റ്റ് ബിൽഡ് ചെയ്യുന്നത്. The policy conditions apply at the time of taking the policy, continues during the duration of the insurance coverage and ends with the final settlement of the claim. അപ്പോൾ ഇൻഷുറൻസ് പോളിസി എടുക്കുന്ന സമയം തൊട്ട് ആ ഇൻഷുറൻസ് പോളിസി കവറേജ് എൻഡ് ആവുന്ന സമയം വരെ, അല്ലെങ്കിൽ അതിൻ്റെ മെച്യൂരിറ്റി വരുന്ന ടൈം വരെ ഈ ഒരു കണ്ടീഷൻസ് ആ പോളിസിയിൽ ആപ്ലിക്കബിൾ ആണ്. Then, if the policy conditions are not followed either at the time of taking the policy, or some material fact is not disclosed, or some information is suppressed at the time of making the claim, the insurance company may not honor the claim under the policy. ഇവിടെ പറയുന്നത്, ഇപ്പോൾ ഈ കണ്ടീഷൻസും പോളിസിയുടെ കണ്ടീഷൻസും റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഒന്നും ഫോളോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൽ ബ്രീച്ച് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിലും, അതുപോലെ തന്നെ മെറ്റീരിയൽ ഫാക്ട്സ്, ഇപ്പോൾ ഒരു ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ഇൻഷുർഡും ഇൻഷുററും തമ്മിലുള്ള കോൺട്രാക്റ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവരെല്ലാ കാര്യങ്ങളും, അതിനെക്കുറിച്ചുള്ള എല്ലാ ഫാക്ട്സും പറഞ്ഞിരിക്കണം അല്ലേ, ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. അപ്പോൾ അങ്ങനെ ഡിസ്ക്ലോസ് ചെയ്തില്ല എന്നുണ്ടെങ്കിലും ഈ പോളിസി എന്താണ്, കമ്പനി ഹോണർ ചെയ്യുന്നതല്ല, അതായത് ഇൻഷുറൻസ് കമ്പനി ഈ പോളിസീനെ അഡോപ്റ്റ് ചെയ്യുകയില്ല. ഓക്കെ, ദെൻ ദ പോളിസി കണ്ടീഷൻസ് ആർ സ്റ്റഡീഡ് അണ്ടർ ദ ഫോളോയിങ് 5 ഹെഡ്. അപ്പോൾ 5 ഹെഡ്സിലാണ് നമ്മൾക്ക് ഈ പോളിസി കണ്ടീഷൻസ് നോക്കാൻ പറ്റുന്നത്. ഏതൊക്കെയാണ് 5 ഹെഡ്സ് എന്നുള്ളത് നോക്കാം. കണ്ടീഷൻസ് റിലേറ്റിംഗ് ടു കമൻസ്മെൻറ്റ് ഓഫ് റിസ്ക്, അപ്പോൾ റിസ്കിൻ്റെ കാര്യം പറയുന്നുണ്ട്. ദെൻ റിലേറ്റിംഗ് ടു പ്രീമിയം, അവർ പേ ചെയ്യുന്ന ഓരോ മന്തും പേ ചെയ്യുന്ന പ്രീമിയത്തിൻ്റെ കാര്യത്തിൽ. ദെൻ കണ്ടീഷൻസ് റിലേറ്റിംഗ് ടു കണ്ടിന്യൂവേഷൻ ഓഫ് പോളിസിയുടെ കണ്ടിന്യൂവേഷൻ, അതായത് ടൈം പീരിയഡാണ് പറയുന്നത്. ദെൻ റിലേറ്റിംഗ് ടു ലാപ്സ് ഓഫ് പോളിസീസിൽ എന്തെങ്കിലും ബ്രീച്ച് വരുത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത് കോൺട്രാക്റ്റ് ലാപ്സ് ആവുകയാണെന്നുണ്ടെങ്കിൽ. ദെൻ റിലേറ്റിംഗ് ടു ക്ലൈംസ്, അപ്പോൾ സെറ്റിൽമെൻറ്റ് ചെയ്യുന്ന സമയത്ത് ക്ലൈമിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ 5 ഹെഡ്സിലാണ് നമ്മൾ പോളിസി കണ്ടീഷൻസ് പഠിക്കുന്നത്. അപ്പോൾ ഹെഡ്സ് എന്താണെന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്. ഇനി ഫർദർ ഡിസ്കഷൻ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണോ ഓരോ ഹെഡ്സിലും വരുന്ന കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു.